ഈ വീഡിയോ ഒരാൾ ചോദിച്ച ആത്മീയ ബൈബിൾ സംബന്ധമായൊരു സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് സംശയം ഇതാണ്: പുറപ്പാട് 3-ാം അധ്യായം 21-22 വാക്യം. അത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈജിപ്തുകാരിൽ നിന്ന് സ്വർണവും വെള്ളിയും അങ്ങനെ വിലപിടിപ്പുള്ള പലതും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രയോഗം കിടക്കുന്ന കൊള്ളയടിക്കണം എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നാണ്. ഇതിൻ്റെ അകത്ത് തീർച്ചയായും ഒരു യാഥാർത്ഥ്യമുണ്ട്. സത്യത്തിൽ അതിനെ കൊള്ളയടിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ ജനം വർഷങ്ങളോളം ഈ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കിടന്ന് പണിയെടുത്ത് അധ്വാനിച്ച സമ്പത്തെല്ലാം സമ്പത്തിൽ ഒരു ഓഹരിയും ഇസ്രായേൽ ജനത്തിന് ഈജിപ്തുകാർ കൊടുക്കാൻ തയ്യാറായില്ല. തന്നെയല്ല, ഇസ്രായേൽക്കാരുടെ മക്കളെ എല്ലാം കൊന്നു കളഞ്ഞു. അങ്ങനെ വളരെയധികം ക്രൂരതകൾ ഈജിപ്തിലെ ജനങ്ങൾ ഇസ്രായേൽ ജനത്തോട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഈജിപ്തിൻ്റെ സമൃദ്ധിയെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും യാതൊരുവിധ ഓഹരിയോ അവകാശമോ ഈജിപ്തിലെ ജനങ്ങൾ ഇസ്രായേൽ ജനത്തിന് നൽകിയില്ല, അത് പരിഗണിച്ചില്ല. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ അവരിൽ നിന്ന് എല്ലാം ചോദിച്ച് മേടിച്ച് കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അത് ഭൗതികമായിട്ട് നോക്കുമ്പോഴും അങ്ങനെ തന്നെ, ആത്മീയമായിട്ട് നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന് സമാനമായ വേറൊരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിലും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ ഒളിച്ചോട്ടം എന്നാണ് പറയുന്നത്. അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. അതായത് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ വർഷങ്ങളോളം പണിയെടുത്തു. പക്ഷേ ലാബാൻ അവന് അർഹതപ്പെട്ട ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം യാക്കോബ് അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. തനിക്കുണ്ടായിരുന്നതെല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂഷണത്തിന് ദൈവം കൃത്യമായിട്ടുള്ള മറുപടി നൽകും, അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ല. അതുപോലെ തന്നെ ചൂഷണത്തിന് വിധേയരായവർക്ക് ദൈവം അർഹിക്കുന്ന നീതിയും ന്യായവും നടത്തി കൊടുക്കും എന്ന് തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായിട്ട് നോക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നോക്കുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയും: നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈശോ പലയിടത്തും പറയും, പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു വളരെ ആത്മീയ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ ഇതിന് വേറൊരു മാനമുണ്ട്. അതായത് ഈശോ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അപ്രകാരം നിങ്ങൾ അവരോട് പെരുമാറുവിൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ആത്മീയ തലം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യൻ ചെയ്യുന്നു, ഏത് മനോഭാവത്തോടെ പെരുമാറുന്നു, ഇങ്ങനെയെല്ലാം ദൈവം വളരെ സൂക്ഷ്മതയോടുകൂടി മനുഷ്യനെ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രവൃത്തികൾക്കും ചിന്തകൾക്കും അല്ലെങ്കിൽ ആ മനോഭാവത്തിനൊക്കെ അനുസൃതമായിട്ടുള്ള രീതിയിൽ ദൈവം അതിനുള്ള പ്രതിഫലവും മറുപടിയും നൽകും. ഇതാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും അത് തിരിച്ചു കിട്ടാതെ, ഒന്നിൻ്റെയും പ്രതിഫലം നമുക്ക് കിട്ടാതിരിക്കുകയില്ല. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അത് നമുക്ക് തിരസ്കരിക്കാൻ പറ്റുകയില്ല. തീർച്ചയായും നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമ്മൾ തീർച്ചയായും സ്വീകരിക്കേണ്ടി വരും. ഇതാണ് ഇതിനുള്ള ഈ ഭാഗത്തിൻ്റെ ഒരു ആത്മീയ സന്ദേശവും ഭൗതിക സന്ദേശവും.